വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നത്തെ പരിപാടി നമ്മുടെ പുതുക്കൂടിന്റെ ലാസ്റ്റ് ഘട്ടത്തിൽ ലാസ്റ്റ് ഘട്ടം മീൻസ് മെയിൻ ആയിട്ട് ഒരു മല ഉണ്ടാക്കുന്ന ഒരു സ്കീമുണ്ട്. അപ്പൊ അതില് നമുക്ക് ഇന്ന് പെട്ടി ആവശ്യമുണ്ട്, പിന്നെ തുണി, പിന്നെ മറ്റൊരു പൊടി ഉണ്ടല്ലോ, അതിനെന്താ പറയാ, ആ പശ പോലത്തെ ആ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മേടിക്കാൻ പോകണം. വന്നോട്ട് ഇന്നലെ പറഞ്ഞ പോലെ ആ പെട്ടി എടുക്കാൻ പോയിട്ടില്ല. പിന്നെ നേരെ പോകുന്നത് ആ പെട്ടി എടുക്കാനാണ്. നമുക്ക് എവിടെ കടന്നൊന്നും അറിയില്ല, അത് തപ്പാണ്ട് കുറച്ച്. അപ്പോൾ ഇതാ ഇന്ന് അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. പിന്നെ രാത്രി കുറച്ച് പരിപാടി ഉണ്ട്, അതൊക്കെ അപ്പം പറയാം. സോ ലെറ്റ്സ് സീ. നമ്മുടെ സ്ഥിരം കടയിലേക്ക് തന്നെ നച്ചു അതെന്താ കാണാൻ വന്നതാ. നമ്മുടെ സംശയങ്ങളുണ്ട്. ഇവിടത്തെ ഒരു നല്ല കട പറഞ്ഞായിരുന്നു. ഒരു പെട്ടി ആവശ്യമുണ്ട്. 40 1 കിലോ 40. അപ്പൊ വരാൻ അത് അന്വേഷിച്ചിട്ട് വരാം. ഓക്കെ. ഹൈ ഗൈസ്, നമ്മൾ കുറച്ച് കടകളിൽ ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞേ? പെട്ടിയില്ല, താരേക്ക് പോകണം. പെട്ടികൾ മിക്കുന്നുണ്ടാവില്ല. എന്തായാലും കുറെ കടകൾ അന്വേഷിക്കേണ്ടായിരുന്നു. ഞങ്ങൾ ആ ഒരു സെൻസിൽ തന്നെ ഇറങ്ങി. പിന്നെ ഒരു കട പറഞ്ഞത് താരാന്ന് പറഞ്ഞൊരു മെഡിക്കൽ ഷോപ്പ്. അവിടെ നോക്കിയിട്ട് ഇങ്ങോട്ട് വരാം. ഇവിടെ കുറച്ച് കടകളിലും ചോദിക്കാം. താരയിൽ എന്തായാലും മൊത്തം കിട്ടുമെന്ന് തോന്നണില്ല. ഫൈനലി ഒരു 3 പെട്ടി കിട്ടി. 3 ഇവിടെ ഉള്ളു ഒരു മെഡിക്കൽ ഷോപ്പിൽ. നമ്മൾ പറഞ്ഞില്ലേ, താരയിൽ 3 കിട്ടി. ഇനിയിപ്പോൾ ബാക്കി കുറച്ച് കടകളിൽ പോയി നോക്കണം. ഇതിന്ന് വെട്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്ക് ആക്കണം. അതാണ് ബോഡി ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളൊരു മോര് കുടിക്കാന്ന് വിചാരിച്ചു. കുന്നത്തെ മറ്റൊരു സ്പെഷ്യലാണ് മോര് സോഡ. ചേട്ടാ ഒരു നമ്പറിന് ഞാൻ കുടിക്കണ്ട. നല്ലത് കുടിച്ചിട്ട് അഭിപ്രായം പറ. അത് കളയല്ലേ, ഞാൻ കുടിക്കായിരുന്നു. അത് എരിയുണ്ടോ? കുറച്ച് കഴിഞ്ഞ് എരിയും. നല്ലൊരു നമ്മുടെ ഒരു എനർജൈസ് ചെയ്യണ ഒരു സംഭവമാണ്. ആ ഒരു സാധനം മുള്ളി കയറിയ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നത് തോന്നണം. അയ്യോ വണ്ടി. ഇനി കുടിച്ചിട്ട് വരാം. നമുക്കൊരു കടയിലേക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് നമുക്ക് എടുക്കാം. അങ്ങനെ കുറച്ച് എടുത്തൊരു ഇത് ഞാൻ ഏതോ സിനിമ എനിക്ക് ഓർമ്മ പറഞ്ഞടാ. എന്തോ ഇങ്ങനെ കളക്ട് ചെയ്ത് കുറച്ച് പെട്ട് കിട്ടി. ഇപ്പൊ എത്ര കിട്ടിയടാ? ഒരു 10 5-6. ഇവിടുന്ന് ഒരു 5-6 കിട്ടി. പിന്നെ കുറച്ച് വണ്ടിയിലുണ്ട്. അപ്പൊ ഒരു 10-15. ഇനിയൊരു കുറച്ചുകൂടി വേണം. ഇനി വേണം. ഇതൊന്നും ആവില്ല. ആ 2 തീർക്കണം. എന്ന് വെച്ചാ ആ 2 സ്റ്റൂളില് അതിപ്പോ നിറച്ച് വെക്കണം. ചോദിക്കാം. ഗൈസ് ഒരു 7 കിട്ടി. ഇവിടെ നീ എടുക്കണ്ട, സമയമില്ല എനിക്ക്. ഗൈസ് ഒരു 7 കിട്ടി. അപ്പൊ ഒരു 7, 3, 2 അങ്ങനെ ഒരു കണക്കായിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ചുകൂടി വേണം. ഹായ് ഗായ്സ്, നമ്മളത് പെട്ടി കൊണ്ടുപോകണത് കുറച്ച് ടാസ്ക് ആയിരുന്നു. കുന്നോളത്തുനിന്ന് ഇവിടം വരെ എത്തിക്കാന്ന് പറഞ്ഞതായിരുന്നു. കാറല്ലെങ്കിൽ ആപ്പി എടുക്കാന്ന്. ഇനിയിപ്പോ ഒരു വട്ടം കൂടി പോണ്ടി വരും. എന്തിന്? പെട്ടി എടുക്കാൻ. ഗായ്സ്, സോ ഇന്നത്തെ പെട്ടിയുടെ അവിടെ വെച്ചോ സൈഡ് ഗായ്സ് പ്രശ്നായിരുന്നു. ഒരു കോടിന് കുർബാനയ്ക്ക് പോകേണ്ടതുകൊണ്ട് നമ്മൾ സിനിമയ്ക്ക് പോകണം. അതെ, അതുകൊണ്ട് ഇന്ന് നേരത്തെ പോയിട്ട് ഇവനാക്കിയിട്ട് വരണം കേട്ടാ. അപ്പൊ ബൈ. അപ്പൊ ഒരു മെല്ലപ്പോ വണ്ടി വരുന്നു നമ്മള്. അപ്പോ ഇന്നത്തെ പെട്ടിയുടെ ട്രഷർ ഹണ്ട് കഴിഞ്ഞിട്ട് ഇവനായിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ആളായിട്ട് പോകണം. ഇത് മാക്സിമം കിട്ടണമെന്ന് എടുക്കണം. അതാണ് ഇന്നത്തെ ഒരു ഗോള് നമ്മുടെ. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഓരോ പെട്ടി എടുക്കുമ്പോൾ ടിൻ കണ്ടിങ്ങനെ ഓരോ സ്കോർ കൂടണം. അതാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നേരെ ആരെയും വിളിച്ചിട്ട് ഒന്നിങ്ങ ബ്ലറിനോട് ആപ്പ് എടുക്കാനാ, അല്ലെങ്കിൽ എങ്ങനെയാലും സെറ്റ് ആക്കണം. അപ്പൊ ഇന്ന് തന്നെ അത് ചെയ്ത് തീർത്താ പകുതി ഭാരം കഴിഞ്ഞു. അപ്പൊ അതാണ് ഗൈസ് ഇന്നത്തെ ഇനി ബാക്കി പരിപാടി. സോ ബൈ. നേരത്തെ പറഞ്ഞത് മനസ്സിലായെന്ന് അറിയില്ല. കുർബാന ഉണ്ട്, അതുകൊണ്ട് ഇവനെ നാക്കിയിട്ട് ഇനി നമുക്ക് പോകണം. അപ്പൊ രാത്രി അല്ല, കുർബാന നേരെ പള്ളിക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പള്ളി സിനിമയ്ക്ക് പോവാം. ബൈ. അപ്പൊ താഴെ വെട്ടായിരുന്നുടാ. ഇതൊട്ടിച്ചാ? താഴെ വേണ്ടായിരുന്നു. ഒട്ടിച്ചാ? താഴത്തെ ഈ സാധനം വേണ്ടായിരുന്നു. പൊട്ടിച്ചാ? ആ കുഴപ്പമില്ല. മോനെ നീ എന്താ പറയണേ? ബൈക്കിൽ വരാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാ. ഇല്ല, അത് ഇവൻ പോണെന്ന് പറഞ്ഞു.
കോഡിന് പോണം, അതുകൊണ്ട് ഇതില്ലാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി. ആ റിസ്ക് എടുത്തിട്ട് തന്നെ വന്നേ. നീ ഇത് പിടിച്ചേ, ഇതേ നോക്കി കൈ ഇവിടെ മുറിഞ്ഞു. മുറിയല്ല, ചെറിയൊരു ഇത്. നമ്മള് നേരത്തെ പറഞ്ഞ പള്ളിയുടെ സ്കീമൊക്കെ ഒന്ന് ക്യാൻസലായി. പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് പള്ളിയിൽ പോകാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ പ്ലാനൊക്കെ ആകെ മാറ്റി. അപ്പോഴാണ് ഇവനെ വിളിച്ചത്. പാടം നോക്കിയ നല്ല തണുപ്പുണ്ട്, കൈയൊക്കെ അടിപൊളിയുണ്ട്. നല്ല തണുപ്പത്ത് പോണത് ആ ഒരു വേറെ വൈബാണ്. കാറ്റടിക്കണോണ്ട് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. എടാ ഞാൻ പറയണെങ്കിൽ നേരെ ഒന്ന് കുളിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പള്ളിക്ക് പോയോ? അപ്പൊ നീ നേരെ സിനിമയ്ക്കാ? പള്ളിക്ക് വരുന്നില്ല? ഉറങ്ങാൻ പോവാ? നോക്കിട്ട് ചെയ്. ഗൈസ്, ഇവിടെ നമ്മുടെ ചൂണ്ടൻ്റെ ഒരു കടയിൽ കുറച്ച് പെട്ടി കിട്ടിയിട്ടുണ്ട്. ഒരു എത്രയാണെന്ന് അറിയില്ല, അതൊന്ന് എണ്ണീട്ട് നമുക്ക് പറയാം. ഓക്കെ, ഒരു 6 പെട്ടി കിട്ടിയിട്ടുണ്ട്. ഗൈസ്, നമ്മളെ ഒരു ബ്രിക്കിന്റെ കളർ കിട്ടണം. ഞാനല്ലേ ഈ ഒരു കല്ലിന്റെ ഒരു ഷെയ്ഡ് നമുക്കൊരു ബ്രിക്കിന്റെ ആ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ മിക്സ് ചെയ്യണം. അപ്പൊ നമ്മളൊരു ടെസ്റ്റ് നടത്താൻ പോവാണ്. ഈ വെള്ള, കറുപ്പ്, മഞ്ഞ, ചുവപ്പ്, ഇത് 4 മിക്സ് ചെയ്ത ഒരു ബ്രിക്കിന്റെ ഏകദേശം ആദ്യം ഒരു ലേശം, ഇത് മറ്റേ ഫിറോസിക്കയുടെ ബ്ലോഗ് പോലെ ആവോ, ഒരു ലേശം തൈര്, ഒരു ലേശം റെഡ്, ഒരു ലേശം മഞ്ഞ. മഞ്ഞ കഴിഞ്ഞു തോന്നിട്ടാ ചിരിക്കണതിന്റെ കാരണം പറഞ്ഞ ശരിയല്ല. മഞ്ഞ ഷീക്കാക്കല്ലേ മഞ്ഞൊരു തുള്ളി കിട്ടി. ഇതാ മഞ്ഞ കഴിഞ്ഞോട്ടാ. അപ്പൊ നമ്മള് ചുവപ്പ് എടുത്തു, മഞ്ഞ എടുത്തു, ഇനി ഒരു വെള്ളയുടെ ഒരു തുള്ളി. പക്ഷെ മഞ്ഞ കഴിഞ്ഞിരിക്കുക. നമുക്കിനി ഏതാ പറഞ്ഞ ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക്. ഇതുകൂടി ചെയ്ത മെറൂൺ കളർ കിട്ടുന്നതാണ് നമ്മളൊന്ന് ഊഹിച്ചെടുത്തത്. കിട്ടുമോ? കാണണ്ട, നല്ലൊരു കളറായിട്ട് വരുന്നുണ്ട്. മഞ്ഞയുടെ ഒരു അംശം കുറവുണ്ടാ, ബ്ലാക്ക് കൂടി അംശം കൂട്ടാം. പക്ഷെ മഞ്ഞ കഴിഞ്ഞിരിക്കുക, അതിന്റെ പ്രശ്നം. ബ്ലാക്ക് കൂടിയോണ്ടേ അതേ കളറിന് കിട്ടണേ. മഞ്ഞ അറിയില്ലല്ലോ. ഇതൊന്ന് സോൾവ് ചെയ്ത് ഒന്നും കൂടി ഒരു ഗ്യാപ്പ് ഇടാന്നാണ്. ഒരുമാതിരി ഒരു മണ അടിക്കും, അതാണ് കഴിക്കാൻ പറ്റാത്തത്. ഇതൊരു ഏകദേശം ഒരു പറ്റണ പോലെ ചെയ്തിട്ടുണ്ട്. നമ്മളിത് പ്രൊഫഷണൽ ഒന്നും അല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ മാറ്റങ്ങളുണ്ട്. എന്നിട്ടായാലും ഇതിന്റെ ഫൈനൽ ഔട്ടാണ് കാണേണ്ടത്. അപ്പൊ ഇനി ഫൈനൽ ഔട്ടിൽ കാണാം. ഈ സൈഡ് കഴിഞ്ഞു. ഇനി ഇവിടുത്തെ ബ്രിക്കിലൊക്കെ കുറച്ചുകൂടി ഒരു ടച്ച് വരുത്താനാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടല്ലെങ്കിൽ ഇതിന്റെ ഒരു ടൈം ലാപ്സ് ആണ്. ഇതൊരു ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത പരിപാടിയിലേക്ക് വാങ്ങിയെടുത്ത് അടുത്തതായി നമ്മൾ ഇന്നലെ എടുത്ത ഹാപ്പി ക്രിസ്മസിന്റെ ലെറ്റേഴ്സ് ലൈറ്റ് വർക്കിംഗ് ആണോ നോക്കാം. ഈ ലെറ്റർ മൊത്തം വർക്ക് ആവണ്ട, അപ്പോ മാറ്റാല്ലേ. ഇതാണ് ഈസി, എനിക്ക് കുഴപ്പമായിട്ട് തോന്നിയില്ല. മൊത്തത്തിൽ വീണ്ടും ചെന്ന് പറഞ്ഞ ടാസ്ക് ആണോ? കണക്ഷൻ കൊടുക്കാതെ വേറെ ഇത് ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതിൽ ഡയറക്റ്റ് കൊടുത്താണല്ലോ ഇപ്പൊ. ഗൈസ്, അറിയാത്തവർക്ക് വേണ്ടി പറയാം, എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്കിപ്പോ ഒരു പുതിയ നോളജാണ് ജോയിൽ തന്നത്. ഇതിലെന്താന്ന് ട്രാൻസ്ഫോമർ. ഗൈസ്, ഇതാണ് ട്രാൻസ്ഫോമർ. എനിക്കറിയില്ല, അറിയണവരെ ഓക്കെ സമ്മതിച്ചു. ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ വലിയ കറണ്ടിനെ ഷോർട്ടാക്കി ആവശ്യമുള്ളത് അത്ര എടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകുന്ന. പക്ക നമ്മുടെ വീട്ടിലേക്കാൻ ട്രാൻസ്ഫോമർ പോലെ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ല, അതിന്റെ ഒരു വർക്കിംഗ് അത് തന്നെയല്ലേ? ഓക്കെ. എന്നിട്ട് അലി ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഷോർട്ടാക്കി എടുത്തിട്ട് സെറ്റ് ആക്കുന്നില്ല. അഗസ്റ്റോക്ക് എന്താ പറ്റിയടാ? ഞാൻ അഗസ്റ്റോ നാളെ രാവിലെ പറഞ്ഞേ 11 മണിക്ക് ശേഷം ഞങ്ങളൊരു 11 മണിക്ക് ശേഷം പെട്ടി എടുക്കാൻ പോകും. കാര്യമായിട്ട് സത്യമാണ്. നിന്നെ അന്വേഷിച്ചാണല്ലോ ഇപ്പൊ തന്നെ. എത്രയായി ബില്ല്? എത്രയായി? ഉമ്മറിന്റെ കടയിൽ നിന്ന് ഉമ്മറിക്കയുടെ കടയിൽ നിന്ന് അർച്ചന പൈസ പിടിക്കുന്നത് എന്താ? ഇതെന്റെ പ്രസാദം തരും എനിക്ക്. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് പറഞ്ഞ ഒരു മെയിൻ പണിയായിരുന്നു ഈ ബോക്സിന്റെ ഒരു ചടങ്ങ്. അത് കുറച്ചൊക്കെ കൊണ്ടുവന്നു, പക്ഷെ ഇത് പോരാ, കുറച്ചുകൂടി ആഡ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മള് വീട് പെയിന്റ് അടിക്കണ കാര്യം പറഞ്ഞായിരുന്നു.
അതിൽ ചെയ്യുന്ന ഇത് അടിപൊളിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഞാൻ ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അയൺ ചെയ്തത് ഷോൾഡർ അയൺ വെച്ചിട്ട്. എനിച്ചപ്പം നടക്കട്ടെ. ഞാനൊന്നും മെല്ലെ തെറിക്കുന്നുണ്ട്. ഒരു പടത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ബബ്ബ. അപ്പോൾ കാണാം. പിന്നെ നമ്മൾ പറഞ്ഞ പള്ളി ഏകദേശം ഒരു ഇതായിട്ട് പിള്ളേരെ പള്ളി എന്തോരം ഉണ്ട് ഇനി കഴിയാറായില്ലേ? ഇന്നത്തോടെ തീരും. വെൽക്കം ബാക്ക് ഗൈസ്. പള്ളിയത്തെ പരിപാടി കഴിഞ്ഞു. ഒരു ചെറിയ പരിപാടി കഴിഞ്ഞ് ഡ്രസ്സ് മാറി പള്ളിയത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ എവിടെ എത്തി? തിയേറ്ററിൽ എത്തി. എന്തെങ്കിലും ബബ്ബനെ കുറിച്ച് എന്തെങ്കിലും ബബ്ബ അടിക്കുകയോ അതോ ബബ്ബ ആവുമെന്ന് ചോദിക്കാം. എനിക്ക് നിനക്ക് ബ്ലോഗ് എടുക്കാൻ സൈഡ് കിട്ടും. ഇങ്ങനെ എല്ലാവരും കിട്ടണം. നമ്മളിപ്പോ ബബ്ബയ്ക്ക് കയറാൻ വേണ്ടി റെഡിയാണ്. എന്തായിരുന്നു നിന്റെ അഭിപ്രായം? നമുക്ക് ദിലീപ് തൂക്കോ ഈ പ്രാവശ്യം? ഉറപ്പല്ലേ? ആ നാട്ടിലെ ദാവൂദായിരുന്നു. The rough and tough. ഗായ്സ് നമ്മൾ പടം കണ്ട് ഇറങ്ങി. അവിടെ വെച്ചൊരു താങ്ക്യൂ പറയാൻ തോന്നണില്ല. പക്ഷോ എങ്ങനെ ഇതൊക്കെ ഇടാൻ പറ്റണെന്ന് ഞാൻ ആലോചിക്കണേ. അഴിഞ്ഞാട്ടം മറ്റേട്ടം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാ ഒരു ഗ്രാഫിക്സ്, ഒരു നല്ല VFX. ഇപ്പൊ അവളുടെപ്പം നിക്കണവരൊക്കെ ഇതല്ല മറ്റേ പാണം പിടിച്ച് കൈ പിടിച്ച് പിടിക്കുക, സിഗരറ്റ് വലിക്കുക, ഒരു വണ്ടി ഒന്ന് ബോംബിടണമെങ്കിൽ അതിനൊരു നല്ല VFX ഉണ്ടെങ്കിൽ അത് പറ്റും. അതിന്റെ ഒരു ചെറിയ അംശം പോലെ ഒരു കഥ അല്ലെങ്കിൽ ഒരു ചെറിയ ഇതിപ്പോ തെലുങ്ക് വന്നു, തെലുങ്ക് വന്നു, കന്നഡ വന്നു, ഇംഗ്ലീഷ് വന്നു. ലാസ്റ്റ് എന്തിനു മനസ്സിലായി? ഓസ്കാറും ഓസ്കാർ ബ്രദേഴ്സും അല്ല ഓസ്കാർ ഗില്ലി ബ്രദേഴ്സും. എടാ തെലുങ്കില് പോലെ ഇങ്ങനെ ഉണ്ടോ? 300 ആൾക്കാരെ രണ്ടുപേരും കൂടി അടിക്കുക. ഇതെന്താ 300 പോലീസുകാരെ രണ്ടുപേരും കൂടി അടിക്കുക എന്നിട്ട് ഇങ്ങനെ പറ്റണല്ലേ? അപ്പൊ പച്ചോക്കെ ഇന്നത്തെ ഉറക്കവും പോയി, എല്ലാം പോയില്ലേ? അപ്പൊ ശരി, ബൈ, കാണാം. ഇപ്പൊ ശരി. എന്നാലും പടം മുഞ്ചില്ലേ? ഇനിയിപ്പോ ഇതിലിറങ്ങണ അടുത്ത് നമുക്ക് നോക്കാം. സർവമായ ഉള്ളു അതുകൊണ്ട്. അപ്പൊ കേടാ ബൈ. ഞാനൊരു പടം ഞാൻ വിചാരിച്ചു, ഞാൻ കുറച്ച് റിവ്യൂസ് അങ്ങോട്ട് കേട്ടെങ്കിലും കുറച്ചുകൂടി ഇത്ര വെറുപ്പിക്കലുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എന്ത് കണ്ടിട്ടാണാവോ, ഞാൻ അധികം കണ്ടില്ല. എന്നാലും 1-2 പേരെ കണ്ടതിൽ വെച്ച് ഇങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ റിവ്യൂ ഇടാൻ പറ്റിയത്. ഐ കാണ്ട് ഈവൻ ഇമാജിൻ. അമ്മാതിരി എന്താ പറയാ, അഴിഞ്ഞാടാന്നൊക്കെ പറഞ്ഞാൽ അഴിഞ്ഞാടെന്ന് പറഞ്ഞാൽ പറയാം, ഇതപ്പുറം പറയണം. ഒരുമാതിരി വെറുപ്പിക്കലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒന്നും പറയണ്ട വെച്ചു. പിന്നെയും സെക്കൻഡ് ഹാഫ് ആയിരുന്നു ബെറ്റർ. ലാലേട്ടൻ വന്നതിൻ്റെ ലാലേട്ടൻ്റെ ഒരു പ്രസൻസ് അത് കിടിലാണ്, അതിലൊന്നും പറയാനില്ല. ലാലേട്ടൻ്റെ ആക്ഷനും മുണ്ടും മടക്കൽ അങ്ങനെ കുറച്ച് കാണാണ്ട്. ബാക്കിയൊന്നും പറയണ്ട മക്കളെ, അമ്മാതിരി ആണ് എടുത്ത് വെച്ചേക്കണേ. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഇന്ന് തുറക്കുമ്പോൾ 1 മണി എന്നേക്കാളായി പറ്റും. So guys, that's all the video. So thanks for watching and bye bye.